എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഡിസംബർ 31 തീയതിയാണ് വൈകുണ്ഠ ഏകാദശി. ദശമി ദിവസമായ ഡിസംബർ 30 ആരംഭിച്ചിട്ട് ജനുവരി 1 ദ്വാദശി ദിവസം പാരണ വീട്ടിക്കൊണ്ട് വ്രതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാരണ സമയം ദ്വാദശി ദിവസം, അതായത് ജനുവരി 1 രാവിലെ 7:15 തൊട്ട് രാവിലെ 9:15 വരെയാണ് പാരണ സമയം. ഈ സമയത്ത് പാരണ വീട്ടാവുന്നതാണ്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കുക എന്നാണ് വിശ്വാസം. വൈകുണ്ഠ ഏകാദശി വളരെ ഒരു പുണ്യമായ ദിനമാണ്. മാർഗശീർഷ അല്ലെങ്കിൽ ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത്. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നതും ആത്മീയമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഐതിഹ്യമനുസരിച്ച് വൈകുണ്ഠ ലോകത്തിൻ്റെ വാതിലുകൾ ഈ ദിവസം തുറക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് വൈകുണ്ഠ ഏകാദശി എന്ന് പേരുമുണ്ട്. അതിനാൽ ഈ ദിവസം ഭക്തിപൂർവ്വം വ്രതം അനുഷ്ഠിക്കുകയും വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയവ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ദീപാരാധനകളും നടത്തപ്പെടുന്നു. വൈകുണ്ഠ ഏകാദശി എങ്ങനെയാണ് ആചരിക്കുക എന്ന് നോക്കാം. ദശമി ദിവസം ലഘുവായ സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. അരി, ഉള്ളി, വെളുത്തുള്ളി, മദ്യം തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് നല്ലത്. മനസ്സും ശരീരവും ശുദ്ധമായി നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ഏകാദശി ദിനത്തിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക. വിഷ്ണു ഭഗവാന്റെ മുന്നിൽ ദീപം തെളിയിക്കുക. ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുക. ഉപവാസം സാധ്യമെങ്കിൽ നിർജ്ജല വ്രതം അല്ലെങ്കിൽ വെള്ളം പോലും കഴിക്കാതെ ആചരിക്കാം. അതിന് കഴിയാത്തവർ പഴം, പാല്, നെയ്യ് അല്ലെങ്കിൽ ഒരു നേരം ലഘുവായ ഭക്ഷണം കഴിക്കാം. അരി ഉൾപ്പെടുന്ന ഭക്ഷണം ഒഴിവാക്കണം. ഈ വ്രതകാല സമയത്ത് കോപം, അസത്യവാക്കുകൾ, ദുശ്ചിന്തകൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ജപം, ധ്യാനം, ഭജനം എന്നിവയിൽ മാത്രം സമയം ചെലവഴിക്കുക. ദാനം ചെയ്യുന്നത് വളരെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ജനുവരി 1 ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് വിഷ്ണു ഭഗവാന് പൂജ നടത്തി വ്രതം അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ ദർശനം ചെയ്യാനും ശ്രമിക്കുക. ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം ദാനം നൽകുന്നത് ശ്രേഷ്ഠമാണ്. പിന്നീട് സാത്വികമായ ഭക്ഷണം കഴിക്കുക. ആരോഗ്യ പ്രശ്നമുള്ളവരെ കർശനമായ ഉപവാസം പാലിക്കേണ്ടതില്ല. ഭക്തിയോടും ശുദ്ധ മനസ്സോടും കൂടി ആചരിക്കുന്ന വ്രതമാണ് ഏറ്റവും പ്രധാനമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പാപമോചനത്തിനും മോക്ഷപ്രാപ്തിക്കും വഴിയൊരുക്കും എന്നാണ് വിശ്വാസം. ഈ ദിവസം ഉപവാസം പാലിച്ച് ധ്യാനം, ജപം, ദാനം എന്നിവ ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ഭക്തന്മാർക്ക് ആത്മശുദ്ധിയും മനസ്സിന് സമാധാനവും നൽകുന്ന ഒരു വിശേഷ ദിനമാണ് വൈകുണ്ഠ ഏകാദശി. നന്ദി, നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.